ഇവിടെ ബ്ലൂ സ്ട്രീറ്റും ഉണ്ട്, അതേപോലെ റെഡ് സ്ട്രീറ്റും ഉണ്ട്. കമ്മ കനീസ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ജോധ്പൂരിലുള്ള ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്ന മെയിൻ സിറ്റിയുടെ ഉള്ളിലാണ്. രാജസ്ഥാനിൽ അപ്പോൾ മെയിനായിട്ട് 3 ഫേമസ് സിറ്റികളുള്ളത്, അതായത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടും അല്ലാണ്ടും. അത് രാജസ്ഥാനിലുള്ള ഒന്നാമത്തെ മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലൂ സിറ്റി, അത് ജോധ്പൂരാണ്. ഈ ഏരിയ, ഈ കാണുന്ന ഏരിയയാണ് ബ്ലൂ സിറ്റി. പിന്നെ ഉള്ളത് ജയ്പൂർ, അത് പിങ്ക് സിറ്റി, ഹവാമഹൽ അങ്ങനത്തെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സ്ഥലം. പിന്നെയുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ സിറ്റി, അത് ജയ്സൽമീർ. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മണല്, പിന്നെ അവിടുത്തെ ആ ഒരു ബിൽഡിങ്സ് എല്ലാം ഒരു ഗോൾഡൻ കളറാണ്. ഇപ്പോൾ സൂര്യൻ അടിക്കുമ്പോഴാണെങ്കിലും ഗോൾഡൻ ഒരു ഫീൽ ഉണ്ടാവും. ഇവിടെ ബ്ലൂ സിറ്റി, നമ്മുടെ മേറാഗഡ് ഫോർട്ട് ഉണ്ട്, ഫോർട്ട് ആ സൈഡിലാണ്. ഫോർട്ടിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിറ്റി മൊത്തം നല്ല ബ്ലൂ ആയിട്ട് തോന്നും. മാത്രമല്ല ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണ്ട് കുറച്ച് പൈസക്കാരും ജന്മിമാരൊക്കെ താമസിച്ചിരുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ അവരുടെ വീടാണ്, അവരുടെ ഏരിയ ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്ററിയിൽ അങ്ങനെ പറയുന്നത്. ഒരു അവർ മറ്റേ ബ്ലൂ കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അവരുടെ വീട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ബ്രാഹ്മണന്മാരും ഇവരൊക്കെ ഉയർന്ന അധികാരമൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ അവർ പെയിൻ്റൊക്കെ മാറ്റി അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്ലൂ സിറ്റി, അതായത് റീബിൽഡ് ബ്ലൂ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിനൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത് വീണ്ടും ഇവരുടെ ബിൽഡിങ്സും ആ ഒരു ഏരിയകളെല്ലാം ബ്ലൂ ആക്കാനായിട്ടുള്ള ക്യാമ്പയിനൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ മെയിനായിക്കാണ്ട് പ്രത്യേകത എന്താ വെച്ചാലേ, ഇവിടെ ബ്ലൂ സിറ്റി മാത്രമല്ല, ഇവരെ വീടിൻ്റെ ഓരോ വിൻഡോസും ജനലും വാതിലൊക്കെ എല്ലാം നീല കളറല്ല, നീല കളർ മാത്രമല്ല, ഒക്കെ വേറൊരു വെറൈറ്റി മോഡൽ. ഇവിടുത്തെ ഒരു ചെറിയ ഷോപ്പാണ് ബ്ലൂ സിറ്റിൻ്റെ ഉള്ളിലുള്ള. നേരെ പോ, ഇങ്ങോട്ട് ഹലോ, കൈസോ? ഇതാണ് ബ്ലൂ സിറ്റിൻ്റെ ഒരു മറ്റൊരു സ്ഥലം. आराम से ये पूरा मकान का ब्लू कलर का कारण क्या है? एक तो ठंडा रहता है, अंदर घर का अंदर ठंडा रहता है, सब ठंडा रहता है, घर अंदर ठंडा रहता है, इसलिए राजस्थान में गर्मी ज्यादा होती है ना, गर्मी ज्यादा होती है इसलिए। अच्छा, ठंडा मौसम में क्या करेगा? ठंडा गर्मी ठंडा मौसम है ना अभी, ठंडा मौसम में गर्म रहता है, धूप से प्रोटेक्ट करता है अंदर, इसलिए इतनी गर्मी नहीं होती फिर। सब जगह ब्लू था, ब्लू तो सब जगह पूरा ब्लू ही है ये। जैसे जब से जोधपुर हुआ ना इसका, जब से ये ब्लू नहीं, हम इधर 2 साल हो गए, इधर हम पढ़ाई करते हैं और मैं पहला सर आया कि इधर पूरा ज्यादा है। तो इसको मतलब ऐसे सेल्फी पॉइंट इसलिए बनाया क्योंकि ये जो मोरक्को में भी ना, हाँ ये पेपर में आया था ना, ये फिक्स लगा। हाँ एक तो एक मंदिर है, एक मंदिर के नीचे ऊपर मंदिर है। हाँ वो ऊपर वाला पचेटिया वाला, पंचमुखा वाला जी वाला पचेटिया। ഈ ഷോപ്പിൻ്റെ ഒരു ബൈക്കാണത്. ബ്ലൂ സിറ്റിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സ്ഥലത്താണ്. എൻ്റെ പേര് തുർജിക്ക് ജാൽറ എന്നാണ് എൻ്റെ പേര്. അഥവാ സ്റ്റെപ്പ് അല്ലേ, അതായത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഫുള്ള് സ്റ്റെപ്പായിട്ട് ഉള്ള അടുത്തൊരു കുളവും അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പഴയ കാലത്ത് ഒരു 70s ഉണ്ടാക്കിയ സാധനമാണ്. രാജസ്ഥാനിൽ അറിയാമല്ലോ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് രാജസ്ഥാൻ. അപ്പോൾ അത് വെള്ളമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് പണ്ടത്തെ രാജാവ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററി അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ഈ സ്റ്റെപ്പുകളിൽ കൂടുതലും യൂസ് ചെയ്തിട്ടേക്കുന്നത് ഇവിടുത്തെ രാജാ കൊട്ടാരത്തിലെയും ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള സ്ത്രീകളാണ് കൂടുതൽ യൂസ് ചെയ്തത്. അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും
പിന്നെ അവിടെ ഡെയിലി യൂസ് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ എല്ലാ ഇതിനും അവർ ഈ വെള്ളമാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇത് നല്ല ആഴമുള്ള ഒരു കുളം പോലത്തെ സാധനമാണ്. മാത്രമല്ല ജോധ്പൂരിൻ്റെ പഴയ നമ്മുടെ ഇന്ത്യൻ കൾച്ചറൊക്കെ അവർ കൈകൊണ്ട് തന്നെ ഈ കല്ല് ഈ കല്ലിന് സാൻഡ് സ്റ്റോൺ എന്ന് പറയാം. ഇവിടെ തന്നെ ഉള്ള കല്ലും കാര്യങ്ങളാണ്. ഇവിടെ തന്നെ ഇവിടുത്തെ മല കൊത്തി എടുത്തിട്ട് നമ്മുടെ നാട്ടിലെ കരിങ്കല്ല് പോലെ ജോധ്പൂരത്തെ സ്പെഷ്യലാണ് ഈ കല്ല്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിക്കുന്നതും ഇത്രയും പൊക്കത്തി ആക്കിക്കുന്നതും വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്നതല്ല. പിന്നെ ഇതിൽ തന്നെ കുറേ കൊത്തുപണികൾ പഴയ ഈ ആനയുടെയും പിന്നെ കുറേ മൃഗങ്ങളുടെ കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാലം കുറേ ആയതുകൊണ്ട് അതൊക്കെ മാഞ്ഞ് ഇതായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറേ നാൾ ഇത് യൂസ് ചെയ്യാണ്ട് കിടന്ന സാധനം. പിന്നെ ഇവിടുത്തെ ജോധ്പൂർ നഗർ നിഗം എന്ന് പറയുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റി പോലത്തെ അവർ ആണ് ഇത് പിന്നെ രണ്ടാമത് നല്ല അടിപൊളിയാക്കി ഇപ്പം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടുന്ന് ഒരാൾ ചാടാൻ നിൽക്കുന്നുണ്ട് താഴേക്ക്. അതിനൊക്കെ നമ്മുടെ കച്ചി ഓ ഇപ്പൊ ചാടും. ദേ ചാടണ്, ദേ ചാടണ്, ദേ ചാടണ്. പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ചാടുണ്ട്. ഇത്ര പേടിനൊക്കെ ഈ പണിക്ക് നിൽക്കണ അവിടെ. ചാടണ് 100 120 ചാടടാ. ഞാനും പോയി ചാടിയല്ല കയ്യടി ആകാം. നേരത്തെ ആ ചെക്കൻ ചാടിയത് ഇവിടെ നിന്നാണ്. ഇവിടെ നേരെ താഴേക്ക് ചാടി. ഇവിടെ കുറേ കഫേ കയറുണ്ട്. ഇതിൻ്റെ മേലെ ഫോർട്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മക്ബറയുണ്ട് മുസ്ലിംസിൻ്റെ. ഹസ്രത്ത് ജീവൻ ഷാ ബാബ എന്ന് പറഞ്ഞ ഒരാളാണ്. വരുന്നത് ബ്ലൂ സിറ്റിൻ്റെ ഉള്ളിലാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ബാംഗിൾസ് ഉണ്ടാക്കേണ്ട ഒരു ഷോപ്പിലാണ്. ഇവിടെയാണ് രാജസ്ഥാനി ട്രഡീഷണൽ ആയിക്കാനുള്ള കുറേ ബാംഗിൾസ് ഉണ്ടാക്കുന്നുണ്ട്. ബൈക്ക് എന്താവും മുനവ്വർ അലി. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണിത്. ഫസ്റ്റ് ഇതിൻ്റെ हाँ उसको गरम करके पिघला के कलर बनते हैं, फिर चूड़ी बनती ये कलर है ये कलर है। अच्छा ये लाख अच्छा ഇതിപ്പോൾ ഇതേപോലെ ഈ വളൻ്റെ ഇതേപോലെ ഇതാവും. ഈ ബാംഗിൾസ് ഒക്കെ മൊത്തം ഇയാൾ ചെയ്ത് തന്നെയാണ് ഇവിടെ ഉള്ള അധികം. അന്തർ പൂര ആപ്കാ അച്ഛാ. ഇത് ചൂടാക്കിയിട്ട് നേരെ ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ടത് റൗണ്ടാക്കും. ആ അച്ചിലിട്ടതിന് ശേഷം റൗണ്ടാക്കും. എന്നിട്ട് നേരെ ചൂടാക്കിയിട്ട് ആ ബെൻഡ് ചെയ്ത് പരിപാടി. ഇതേപോലത്തെ ഒരു സാധനം എടുത്തിട്ടാണ് ഇതേപോലെ ബാംഗിൾസ് ആയി വരിക. ഇവിടെ പലതരത്തിലുള്ള വളകളുണ്ട്. ഇതേപോലെ ഇവിടുത്തെ ലോക്കൽസൊക്കെ അധികം യൂസ് ചെയ്യേണ്ട വളകളാണ് അവിടെ ഉള്ളത്. ഇത് ഇങ്ങനത്തെ ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ അധികം ലോക്കൽസ് യൂസ് ചെയ്യേണ്ടത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ജോഡിക്ക് വരുന്നത് 100. ഏറ്റവും ചെറിയ റേറ്റ് അല്ലേ 100? സ്റ്റാർട്ടിങ് 1200 വരെ. 100 to 1200 വരെ ഇവിടെ ഓരോ വളകൾക്കും വരുന്നുണ്ട്. ബാംഗിൾസ് मटेरियल। आप कितना साल हो गया ये काम? ये हमारा खानदानी काम। बचपन में? अच्छा പാരമ്പര്യമൊക്കെ കണ്ടാണ്. तो 1100 का बैंगल किसी है ये नहीं
1200 രൂപൻ്റെ അല്ലേ കാരണം 1200 രൂപൻ്റെ ബാംഗിൾസാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതാണ് 1200 രൂപൻ്റെ ഷോ. ഇത് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. एक्सपोर्टिंग कैसे है? नहीं, लोकल मार्केट में. लोकल मार्केट में. ये सब आप खुद में बनाए? हाँ. सब. अच्छा. फैमिली वर्क है. हाँ हाँ. ഇവിടെയുള്ള ഫുള്ളും ഇയാള് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. അവിടെ അത് കാണാൻ നല്ല രസമുണ്ടല്ലേ? इसका कितना है? 200. 250 का ही. अच्छा. 250. ഇത് കാണാൻ നല്ല രസമുണ്ട്. ആർക്കെങ്കിലും ആണെങ്കിൽ പറഞ്ഞാൽ നമ്മള് സാധനം എത്തിച്ചു കൊടുക്കും. ധന്യവാദ്, ബഹു ധന്യവാദ്. ബ്ലൂസിറ്റിൽ വരുന്ന ഓരോ പെയിന്റിങ്സ് ആണത്. ഇനി ഇതാണ് മേറാങ്കട്ട് ഫോർട്ട്. നമുക്ക് അവിടെ പോണോ? ആൽമരം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മന്ദിറാണ്, ബ്ലൂസിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു മന്ദിർ. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ മന്ദിറുണ്ട്. ഇത് നടന്ന് ബ്ലൂസിറ്റിൻ്റെ കുറച്ച് മേലെ എത്തിയിട്ടുണ്ട്. പഞ്ച്പക്ക ബാലാജി പറഞ്ഞൊരു മന്ദിറാണിത്. പേര് കറക്റ്റാണോ എനിക്കറിയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു, ഇവിടുന്ന് നടന്നിട്ട് ഇതിന് വിളിക്കൽ ഇവിടുത്തെ പട്ടികളെ സീനാട്ടോ. ആ ഏരിയയിൽ കാണേണ്ട വേറൊരു മന്ദിറുണ്ട്, ഇതാ അവിടെ പോവാം. സൂര്യാസ്തമയം. താഴെ ഫുള്ള് ബ്ലൂ സിറ്റിയാണ്, പക്ഷെ കളർ മൊത്തം പോയിട്ടുണ്ട് ബ്ലൂ സിറ്റിന്റെ. ജോധ്പൂർ വന്നിട്ടില്ലേ, ഏറ്റവും നമുക്ക് കംഫർട്ട് കിട്ടുന്നത് എന്താ അറിയോ? എന്താ? ഭണ്ഡാഗർ വന്ന് ഒരു മിർച്ചിയുടെയും കഴിച്ച് ബ്ലൂ സിറ്റിയും കണ്ട് ഒരു ബിരിയാണി ഫോർട്ടിന്റെ അവിടെ വന്ന് ഇരുന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ബിരിയാണിയും കഴിച്ച് ഹോസ്റ്റലിൽ പോയാൽ സമാധാനമായിട്ട് ഉറങ്ങാം. സുഖമായിട്ട് കിടക്കാം. അതിന്റെ പേര് ഞാൻ മറന്നു. എന്തായിരുന്നു? ഉമൈദ് ഭവൻ. ഉമൈദ് ഭവൻ. ഇവിടെ നോക്കിയാൽ ഉമൈദ് ഭവൻ കാണാം. ജോധ്പൂരിന്റെ താജ്മഹലാണ്. അതെ, ഇവിടുത്തെ രാജാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കാര്യത്തില്ലേ ഇവിടുത്തെ രാജാവ് ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. കുടുംബമുണ്ട്. രാജകുടുംബത്തിൽ രാജാവ് ഇപ്പം ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ജോധ്പൂരത്തെ സ്റ്റേഡിയം കാണാൻ പറ്റും. ഈ ലൈറ്റുള്ള ഏരിയ, അതെ, ബർക്കത്തുള്ള സ്റ്റേഡിയം കാണാൻ പറ്റും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു വ്യൂ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ സൂര്യാസ്തമയം കാണാൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ. ഇത് നമുക്ക് ഇവിടെ മേറാങ്കട്ട് ഫോർട്ടും കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് എല്ലാം കാണാം. ജശ്വന്താറുണ്ട്, അത് ഇവിടെ നിന്ന് കാണാൻ പറ്റൂല. അതെ, അങ്ങനെ നമ്മൾ വേ ടു ഫോർട്ട്, അങ്ങോട്ട് ഫോർട്ടിക്കുള്ള വഴി ജ്വാലമാന്ത ജീക്ക ടെമ്പിൾക്ക് ഇങ്ങോട്ട്, നക്കോഡ ബേറുജീക്ക ടെമ്പിൾ അത് താഴേക്ക്, ശാസ്ത്രം താഴേക്ക്, മനുഷ്യ മുന്നോട്ട്. ഇവിടെ അടുത്ത ടെമ്പിൾ. ഇതാണ് താഴേന്ന്, അവിടുന്ന് താഴേന്ന് മേലെ കയറി വന്ന് ഇവിടെ ലാസ്റ്റ് എൻ്റെ ഒരു ടെമ്പിളാണിത്. അങ്ങോട്ട് എൻട്രി ഉണ്ട്, അതിന് മേലേക്ക്. മേറാങ്കട്ട് ഫോർട്ട്, അത് നേരെ താഴെ വരുന്ന ഒരു മന്ദിർ. ഇതാണ് മന്ദിറിൻ്റെ പേര്. ഈ സൈഡ് വരുന്നതും ബ്ലൂ സിറ്റിയാണ്. അതേപോലെ ഈ സൈഡൊക്കെ കുറച്ച് ബ്ലൂ സിറ്റി ഉണ്ട്. ഇവിടെ ബ്ലൂ സ്ട്രീറ്റും ഉണ്ട്, അതേപോലെ റെഡ് സ്ട്രീറ്റും ഉണ്ട്. ആ ഏരിയയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല. ജോധ്പൂരിലെ ഈ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുനിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ സ്ട്രീറ്റ് വരുന്നത്.
पैसे नहीं लग रहे जरा भाई जरा നേരത്തെ കണ്ട റെഡ് സ്ട്രീറ്റ് ഈ ബ്ലൂ സിറ്റിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ട് ഫോണും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല, വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊന്നും അങ്ങോട്ട് അലൗഡ് അല്ല. അപ്പോൾ ഈ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. ഇന്നത്തെ നമ്മുടെ ബ്ലൂ സിറ്റി ടൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാലേ ബ്ലൂ സിറ്റിയിലെ എല്ലായിടത്തുള്ള പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ബ്ലൂ സിറ്റിയുടെ കുറേ കളറൊക്കെ അങ്ങനെ മാഞ്ഞു പോയിട്ടുണ്ടാവും. ഒന്നാമത്തെ വെച്ചാൽ ക്ലൈമറ്റിൻ്റെ പ്രശ്നം, സമ്മർ വിൻ്ററൊക്കെ മാറി മാറി വരുമ്പോൾ അങ്ങനെ കുറേ കളർ പോയിട്ടുണ്ട്. പിന്നെ അവരെന്നെ മാറ്റി അടിച്ചിട്ടുണ്ട്, പിന്നെ കുറേ പേര് മാറ്റി. അതുകൊണ്ട് ആദ്യം ഫുള്ള് ഇവിടെ നോക്കി ഫുള്ള് ബ്ലൂ കാണിരുന്നത്. പക്ഷെ ഇപ്പോൾ അത്രക്കൊന്നും ബ്ലൂ കാണുന്നില്ല, അവിടെയും ഇവിടെയും മാത്രമേ ബ്ലൂ ഉള്ളൂ. മറ്റേ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇപ്പോൾ, സിറ്റി ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറേ ബിൽഡിംഗ് ഒക്കെ ബ്ലൂ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ പുതിയതായിട്ട് അതൊക്കെ പുതിയതായിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെയൊക്കെ അടിച്ചത് കൊണ്ട് ആ ബ്ലൂ ഇവിടെ ഇതൊക്കെ പുതിയ അടിച്ചതാ.